എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നിക്ഷേപം, കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ കരുതണം. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം വേണ്ട എന്ന് വെച്ചാൽ ആവശ്യമാണ്. ഒരിക്കൽ കർത്താവിൻ്റെ അടുക്കൽ ഒരു ധനവനായ മനുഷ്യൻ നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം എന്ന ചോദ്യമായി കടന്നു വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുകയും സ്വർഗത്തിൽ നിക്ഷേപം കരുതിയിട്ട് പിന്നെ വന്ന് നിന്നെ അനുഗമിക്കണം. അവൻ വളരെ സമ്പന്നനാകയാൽ വളരെ ദുഃഖിച്ച് കടന്നുപോയി നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് പറയുന്ന ഏറ്റവും ബലപ്പെട്ട കാര്യം ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. പഴയ നിയമത്തിലെ അവസാന പുസ്തകമാണ് മലാഖി പ്രവചനം. അതിൻ്റെ 3-ാം അധ്യായം 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ നിങ്ങൾ എനിക്കൊരു നിക്ഷേപമായിരിക്കും. ഇനി ദൈവം അങ്ങനെ ദിവസം ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ടോ? ദൈവമാണല്ലോ ഈ ലോകത്തെ സൃഷ്ടിച്ച കാലങ്ങളും സമയങ്ങളും ഒക്കെ നമുക്ക് തന്നത്. ഇനി ഒരു പുതിയ ദിവസം നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു, മലാഖി പ്രവാചകൻ അനവധി കാര്യങ്ങൾ ദൈവമക്കളെ ഓർമ്മപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏതാണ്ട് 400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ച അനവധി കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരു കാര്യം ഇങ്ങനെയാണ്: ചൂട പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളൊക്കെയും താളടിയാക്കും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ച് കളയും എന്ന് സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. അത് സംഭവിച്ചോ? സംഭവിച്ചിട്ടില്ല. പിന്നെ നമ്മൾ അനവധി കാര്യങ്ങൾ വായിക്കുന്നു. അന്ന് ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ കേട്ടു. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വരുന്നൊരു ദിവസം ഉണ്ടാകും. അന്ന് ദുഷ്ടന്മാർ നിങ്ങളുടെ കാൽ കീഴ് വെണ്ണീറായിരിക്കും. ഇതൊക്കെ സംഭവിച്ചോ? അങ്ങനെ ദിവസം വന്നോ? ഇല്ല. ഇന്ന് നീതിമാന്മാരും ദുഷ്ടന്മാരും എല്ലാവരും ഒക്കെ ഒരുമിച്ച് അങ്ങ് പാർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പാടത്ത് വിതച്ചാൽ വിളയുടെ കൂടെ നല്ല വിളയുടെ കള വളരുന്നത് പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, കള വളരുന്നുണ്ട്, എന്ത് ചെയ്യണം? അതെയൊക്കെ പറിച്ച് നശിപ്പിച്ച് കളഞ്ഞെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞത്, നിൽക്കട്ടെ, കൊയ്ത്ത് വരെ നിൽക്കട്ടെ. കൊയ്ത്തിൻ്റെ ദിവസത്തിൽ ആദ്യം ആ കളകളെല്ലാം പറിച്ച് കെട്ടുകെട്ടായി തീയിലിട്ട് കളയും. അങ്ങനെയുള്ള ദിവസം വരാനായിട്ട് പോകുന്നുണ്ട്. പ്രിയരെ, ഇന്ന് കാണുന്ന ഈ ദിവസങ്ങൾക്ക് ഒരു ദിവസം അവസാനിക്കും. എന്നും ഇതുപോലെ ലോകം പോവുകയല്ല. ഞാൻ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതലേ ഇങ്ങനെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ജീവിച്ചേക്കാം എന്ന് നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കും. അങ്ങനെയല്ല സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് കാണുന്ന എല്ലാത്തിനും അന്ത്യം വരുത്തും. ദൈവം സ്ഥാപിക്കുന്ന പുതിയ ദിനമുണ്ട്. അന്ന് ഏറ്റവും സന്തോഷിക്കുന്ന കൂട്ടർ ആരെന്ന് ചോദിച്ചാൽ ദൈവമക്കളാണ്. ദൈവങ്ങൾക്കന്ന് മഹാസന്തോഷമുണ്ടാകും. ഇന്ന് കഷ്ടതയും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും പ്രതികൂലമൊക്കെ അനുഭവിച്ച് നിരാശയിൽ കൂടെ പാടത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന ദൈവമക്കൾ, അവർ ജീവിതാനുഭവം പലപ്പോഴും കണ്ണുനീർ താഴ്വരകളായിരിക്കും, പ്രതികൂലങ്ങളായിരിക്കാം. ഒരാശ്വാസം ഇടമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മാസങ്ങൾ കടന്നു പോയേക്കാം. എന്നാൽ ദൈവമക്കളോട് ഇന്ന് രാവിലെ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവം ഉണ്ടാക്കാനുള്ളൊരു പുതിയ ദിവസമുണ്ട്. ഒരു നിത്യതയുടെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചൊക്കെ അത് പറയുന്നത്. ഇന്ന് കാണുന്ന ആകാശവും ഭൂമിക്ക് ഒഴിഞ്ഞു പോകും. ആകാശം കുടുംബത്തോടെ ഒഴിയും, മൂലപദങ്ങൾ കത്തി കഴിയും, ഭൂമി അതിൻ്റെ പണികളും ബന്ധു പോവുകയും ചെയ്യും. ദൈവം
ഒരു പുതിയ നാട് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരോട് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഭാരപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നുണ്ട്. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടത് പിന്നെ ഇപ്പം നിങ്ങളെ ചേർത്ത് കൊള്ളാം. അത് എത്ര വലിയ വാഗ്ദത്തമാണ്. ദൈവമേ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടത്. ഇന്ന് കാണുന്നതൊന്നുമല്ല നമ്മുടെ പ്രത്യാശ. ഇന്നൊരു പക്ഷേ സന്തോഷം കണ്ടേക്കാം, അതോടൊപ്പം തന്നെ ദുഃഖവും ഉണ്ടാകാം. ആരോഗ്യം ഒരു പക്ഷേ നമുക്കിന്ന് കാണും, നാളെ അനാരോഗ്യം വന്നിരിക്കും. ഇന്ന് നമ്മളെ വലിയ പ്രശ്നമില്ലാതെ പോകുന്നു, അടുത്ത ദിവസങ്ങളിൽ പ്രശ്നം അകപ്പെടാം. ഇതെല്ലാം ഭൂമിയിൽ സംഭവിക്കാം. പക്ഷേ ഇതെല്ലാം അറുതി വരുത്തുന്ന ഒരു ദിനം നമ്മുടെ മുമ്പിലുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കാനുള്ളൊരു ദിവസം. എത്ര സന്തോഷമുള്ളൊരു ദിവസമാണ്. കർത്താവിൻ്റെ മുഖം കാണുകയും കർത്താവിനോട് ചേർന്ന് ജീവിക്കുകയും ദൈവത്തെ എല്ലാ ദൈവങ്ങളും ഒരുമിച്ച് ആരാധിക്കുകയും ചെയ്യുന്ന ആ സന്തോഷത്തിൻ്റെ സുദിനം ഓർത്താൽ നമ്മുടെ ഉള്ളം ഒന്നുകൂടെ ആനന്ദിക്കാൻ ഇടയാകട്ടെ. ദൈവങ്ങൾ എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കണം. ഈ കാണുന്ന ഒന്നുമല്ല നമ്മുടെ പ്രത്യാശ. ഇവിടെ ഒരു പക്ഷേ അല്പം ധനമോ മാനമോ മഹിമയൊക്കെ ലഭിച്ചു, നല്ല കാര്യങ്ങളാണ്. പക്ഷേ വരാൻ പോകുന്ന നിത്യതയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ വീണ്ടും വിളിച്ചിരിക്കുക. ആ പ്രത്യാശയിൽ നിന്ന് പുറകോട്ട് നമ്മൾ പോകരുത്. ഇന്ന് കഷ്ടത അനുഭവിക്കുന്ന ജനത്തോടും ദൈവത്തിൻ്റെ വലുത് കൂടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ കർത്താവ് ഒരുക്കുന്ന ഒരു പുതിയ ദിവസമുണ്ട്. അന്ന് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും, നീതിമാനും അഭക്തനും അഥവാ ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസമൊന്നും ഉണ്ടാകും. അന്നാണ് നമ്മുടെ ഒറിജിനാലിറ്റി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇന്നൊരു പക്ഷേ ലോകത്തിന് അത് അറിയത്തില്ല. അവരെപ്പോലെ നമ്മൾ ജീവിക്കുന്നു, നമ്മളെപ്പോലെ അവർ ജീവിക്കുന്നു. പുറമേ നോക്കിയ ഒരു വ്യത്യാസവുമില്ല. പക്ഷേ വ്യത്യാസം ഒരു ദിനമുണ്ട്. ആ സുദിനം എത്രയോ സന്തോഷമുള്ള ദിവസമാണ്. ദൈവമക്കളാകുന്ന എല്ലാവരെയും പ്രത്യേകമുള്ള ദൈവം നിറയ്ക്കട്ടെ. നമുക്ക് പറയാം, നമ്മുടെ കർത്താവ് ഉണ്ടാക്കാനുള്ള ആ ദിവസത്തിൽ, ഹല്ലേലൂയ, അന്ന് ദൈവമക്കൾ, ഭക്തന്മാരായ ദൈവമക്കൾ ദൈവത്തെ നിക്ഷേപമായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നിമിഷത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല ദൈവനെ കേൾവിക്കായി ദൈവം ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്കായി എല്ലാം സ്തോത്രം ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് ഞങ്ങൾ ബലപ്പെടുവാനും ശക്തി പ്രാപിക്കുവാനും സമാധാനമുള്ളവരായി മാറുവാനും കൃപ നൽകണമേ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. അവരുടെ ജീവിതത്തിലെ പ്രത്യാശ ഒന്നുകൂടെ പുതുക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു ജീസസ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.